വളരെ മനോഹരമായ ഒരു പാടശേഖരത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് ചെറുകുളത്തൂർ ഗ്രാമത്തിലെ പുത്തൻപറമ്പ് താഴെപ്പാട ഭാഗമാണിത്. നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന എള്ളിന്റെ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. പുത്തൻപറമ്പത്തെ ഏവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ബാബുവേട്ടൻ്റെതാണ് ഈ എള്ള് കൃഷി. പ്രായം 76 ആയെങ്കിലും ഇന്നും അദ്ദേഹം കാർഷിക വൃത്തിയിൽ കർമ്മനിരതനാണ്. അദ്ദേഹം ഇവിടെ വരമ്പിൽ സൈഡ് വൃത്തിയാക്കുന്ന തിരക്കിലാണ്. എങ്കിലും നമുക്കായി അദ്ദേഹം സംസാരിക്കുന്നു. ഇല്ലതാ ഇങ്ങനെ നീ കിളിർത്ത് വരും. ഇത് കായ തുടങ്ങി മൂപ്പായി തന്നാൽ മനസ്സിലായിട്ട് ഒരുവിധം മൂപ്പായി തോന്നിയാൽ പറിച്ചെടുക്കുക. എന്നിട്ട് ചെറിയൊരു കട്ടാക്കിയിട്ട് നല്ല ഏതെങ്കിലും ഷീറ്റ് ഇട്ടിട്ട് ആ ഷീറ്റിൻ്റെ അത് കൊണ്ടുപോയിട്ട് ഇടുക. എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ തൊഴിയും മണിയായില്ല. സാധാരണ മറ്റേ എള്ളിനേക്കാളൊരു വ്യത്യാസം തോന്നുന്നു. ചെറിയ എള്ളും വലിയ എള്ളും എന്ന് പറഞ്ഞാൽ 2 സൈസ് ഉണ്ട് തോന്നുന്നു. അതിൽ ചെറിയ എള്ള് എന്നാണ് തോന്നുന്നത്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് വെറുതെ കിട്ടിയതാ വിത്ത്. അതിൻ്റെ ഇടയിൽ വേറെ സാധനം ഇട്ടുണ്ട് ഞാൻ, ചെറുപയർ. രണ്ടും കൂടി വെച്ച് ചെറുപയർ അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കുറവാണ്. അതിനിപ്പോൾ കുറച്ച് കൂടി കഴിഞ്ഞാൽ ഇതപ്പം കായ തുടങ്ങിയതാ. ചെറിയ കായ കണ്ട് ഇരട്ടി കായ മൂപ്പായി കഴിഞ്ഞിട്ട് പറിക്കണം. നല്ല റിസ്ക്കാ പണിയാണ്, അതുകൊണ്ടൊന്നും അതിനകത്തൊന്നും കാര്യം ഉണ്ടാവില്ല. അതേ സമയത്തോ ഞാനിത് വലിയ എള്ള് നല്ല എള്ള് ഇത്ര ആയിട്ടുള്ള എള്ള് ഞാൻ ഉണ്ടാക്കിയതാ. കാലത്ത് ഇവിടെ കുന്നാലത്തുണ്ട് ചക്കിലാട്ടുന്ന മില്ല് കൊണ്ടേ ആട്ടിച്ച തേക്കിൻ്റെ വീട്ടിൽ എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ആർക്കും വേണ്ട. അന്ന് മരത്തിൻ്റെ ചെക്ക് അല്ലാതെ നമ്മൾ മിഷനല്ല, മുരീനെ പൂട്ടിയിട്ട് ഇങ്ങനെ. കൃഷിഭവൻ വെറുതെ തന്ന അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ അധ്വാനിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വരുന്നത് എല്ലാം കൂടെ വലിയ വരുമല്ലോ. അപ്പോൾ ഓനെയും കഴിച്ച് ഇങ്ങനെ ഒരു കുട്ടയും കഴിച്ച് കൊണ്ട് പോകും. എള്ളിന് പുറമെ വിവിധ പച്ചക്കറികളുടെ കൃഷിയും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും വിഷുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കണിവെള്ളരി കൃഷിയാണ് ഇതിലെ പ്രധാനം. നമ്മൾ നേരത്തെ കണ്ട ബാബുവേട്ടൻ്റെ മകനും KSEB ജീവനക്കാരനുമായ ജുനീഷും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ കൃഷി ചെയ്യുന്നത്. രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കൂടിയിട്ടൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വിഷുവിന് കുറച്ച് വെള്ളരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 45 ദിവസം വേണം കായ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇപ്പോൾ നല്ല പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഉഷാറായി നിൽക്കുകയാണ്. കുറേ അരുമ്പുകളും ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 10-12 ദിവസം കൊണ്ട് നല്ല കായകളൊക്കെ ലഭിക്കുന്നതാണ് നമ്മളൊരു കാഴ്ചപ്പാട്. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില വർഷങ്ങളിൽ പല രീതിയിലാണ് ചെയ്യല്. ചിലപ്പോൾ വാഴക്കൃഷി ആയിരിക്കും, ചിലപ്പം ചീരയ്ക്കും, ചില സമയങ്ങളിൽ വെള്ളരി. സമയം കിട്ടുന്നതിനനുസരിച്ചാണ്. ഇതെങ്ങനെയാ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ അതോ? പാരമ്പര്യമായിട്ട് അച്ഛന്മാര് എല്ലാവരും കൃഷിയായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കും അതിന്റെ ഒരു ചെറിയൊരു രീതിയിലേക്ക് അങ്ങനെ എപ്പം കിട്ടുന്ന സമയം കിട്ടുന്ന ഈ രീതിയിൽ ഇങ്ങനെ ഓരോ കൃഷി പരിപാടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. മാനസികമായിട്ടൊരു സുഖവും. പിന്നെ ഇപ്പൊ ശരിക്കും എന്ത് ജോലി ചെയ്യുന്നു? ജോലി KSEB മാങ്കാവിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ വയലിലൊക്കെ വന്നിട്ട് അങ്ങനെ ചെറിയ തോതിൽ കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഒറ്റയ്ക്ക് നമുക്ക് നടക്കില്ല, നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് എത്തിപ്പെടാം. അതുകൊണ്ട് എല്ലാവരും കൂടിയാകുമ്പോൾ ഒരാളല്ലെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളരി, പയറ്, വെണ്ട, കുറച്ച് പച്ചമുളക് അങ്ങനെ എല്ലാം ഉണ്ട്. ഒന്നും വിഷുവിന് കണ്ടിട്ടാണ് പ്രാവശ്യം ചെയ്തത്. ഇനി ബൈജു ഏട്ടൻ പറയും. എല്ലാരും പോക്ക് അദ്ദേഹത്തിനോട് താല്പര്യമില്ല കൂടുതലാണ്. മുന്നേ അപ്പുറത്തൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം 5 കൊല്ലം ഇപ്പം ഇവിടെ ഇപ്പം ഫസ്റ്റിലാണിത്. പിന്നെ ആദ്യം അപ്പുറം ഇവിടെ തെക്കമ്പട ഭാഗത്ത്